എല്ലാ വിശേഷ ദിവസങ്ങളിലും അമ്പലങ്ങളിൽ തയ്യാറാക്കുന്ന ഒരു നിവേദ്യമാണ് പഞ്ചാമൃതം. ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ഈ പ്രസാദം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് പഴം, മുന്തിരിങ്ങ, ഡേറ്റ്സ്, ശർക്കര, തേന്, ഏലക്കാപ്പൊടി, ഒരു നുള്ളു പച്ചക്കർപ്പൂരവുമാണ് എടുത്തിരിക്കുന്നത്. പഴം തൊലി കളഞ്ഞ് ഫോർക്ക് കൊണ്ടോ അല്ല കരിമ്പുണ്ടെങ്കിൽ കരിമ്പ് കൊണ്ടോ നമുക്ക് ഇടിക്കാം. നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് ഇതുപോലെ എടുക്കുക. അതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും ചേർക്കാം. ഇപ്പോൾ കരിമ്പില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പൊടിക്കുന്ന ആ കുഴവി ഉണ്ടെങ്കിൽ അത് വെച്ച് ഇടിച്ചാലും മതി. അതിലേക്ക് ഡേറ്റ്സ്, പിന്നെ മുന്തിരിങ്ങ എല്ലാം ചേർത്ത് ഒന്ന് ഒരുപാട് പേസ്റ്റ് പോലെ ആക്കണ്ട, കുറച്ച് തരിതരിപ്പോടെ കൂടെ ഇടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് പൊടിച്ച ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ നല്ല കുഴമ്പ് പരുവത്തിൽ വരുമ്പം, ഇതിന് പ്രത്യേകിച്ച് വലിയ അളവുകളൊന്നുമില്ല, എങ്കിലും ഒരളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ തേനിൻ്റെ അളവാണെങ്കിലും മുന്തിരിങ്ങ, പഴം, എല്ലാത്തിൻ്റെ അളവും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ളിൻ്റെ പകുതി പച്ചക്കർപ്പൂരവും ഏലക്കാപ്പൊടിയും കൽക്കണ്ടവും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നൈവേദ്യത്തിന് വയ്ക്കുന്നത് കൊണ്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് നല്ലോണം യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് പഞ്ചാമൃതം റെഡിയാവും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ പഞ്ചാമൃതം. പല വേർഷൻസ് ഉണ്ട്. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് തൈപ്പൂയമാണ്. അപ്പോൾ വേലായുധ സ്വാമിക്ക് അഭിഷേകം ചെയ്യുന്ന വിശിഷ്ടമായ പഞ്ചാമൃതമാണ് ഇന്ന് നൈവേദ്യമായിട്ട് തയ്യാറാക്കിയത്.